കുഞ്ഞിച്ചോ മിനസാൻ നാനോ മിഷൻ്റെ എപ്പിസോഡ് 21 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളെല്ലാവരും ഒരു ലോങ് വീഡിയോ എക്സ്പെക്ട് ചെയ്താണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വലിയൊരു ഉത്സവം നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബഹളവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ കുറച്ച് സമയത്ത് മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളവും ചെണ്ടുകൊട്ടും അതെല്ലാമാണ്. അതുകൊണ്ട് ആ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് വളരെ ചെറിയ ചെറിയ വീഡിയോസാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ഇടാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ പതുക്കെ വീണ്ടും പഴയ ട്രാക്കിലെത്തി നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് 20-25 മിനിറ്റുള്ള എപ്പിസോഡ്സൊക്കെ ഞാൻ ഉറപ്പായിട്ട് ഇറക്കുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് തലേ ദിവസം രാത്രിയാണ് കാണാൻ സാധിക്കുന്നത്. ഡിമോണിക് വാരിയർ കൾട്ടിന്റെ വെസ്റ്റ് വിങ്, അതായത് പോയിസൺ സെക്ടിന്റെ ആ ഒരു മാനർ. അല്ല, ഇതിന്റെ നെഫ്യൂ ജിയോങ്സിയും അല്ലേ? ചെല്ലി, എത്ര പെട്ടെന്ന് ക്യാബിൻ്റെ അടുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ. അത് പറഞ്ഞത് മറ്റാരുമില്ലായിരുന്നു, മുൻ ഉങ് ബേഗ് എന്ന് പറയുന്ന സെക്കൻഡ് സൺ ഓഫ് ചീഫ് ഓഫ് പോയിസൺ സെക്ടാണ്. അത് മാത്രമല്ല നമ്മുടെ ജോങ്സിയുടെ മെറ്റേണൽ അങ്കിൾ കൂടിയാണ്. പിന്നെ കാണിക്കുന്നത് ഒരുത്തൻ ദേഷ്യമായിട്ട് അവൻ്റെ കയ്യിലുണ്ടെന്ന ആ പേപ്പർ ചുരുട്ടുന്നതാണ്. അവൻ്റെ ദേഷ്യം അവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ചീഫ്, ഇതൊരിക്കലും നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല. അവനെ ശിക്ഷിക്കാതിരിക്കുന്നത് അതെന്തായാലും നാണക്കേട് മാത്രമാണ്. അത് മാത്രമല്ല അക്കാഡമി കഴിയണവരെ വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. താങ്കളൊന്ന് പറഞ്ഞാൽ മതി, ഒരു അസാസിനെ അവിടേക്ക് വിട്ട് നിമിഷ നേരം കൊണ്ട് അവൻ്റെ കഥ തീർത്ത് അവർ തിരിച്ചറിഞ്ഞു വരും. നമ്മളാണെന്ന് പോലും ഒരാൾ പോലും അറിയത്ത് പോലും ഇല്ല. അവൻ്റെ ഫുഡിലെ പോയിസൺ ചേർത്ത് കഴിഞ്ഞാൽ അത് അതിലും കുറച്ച് എളുപ്പമാകുന്നതായിരിക്കും. നിനക്കൊക്കെ ഇത്ര വിവരമില്ലാത്ത ഐഡിയസ് മാത്രമേ വരത്തുള്ളൂ. 6 വർഷങ്ങൾക്ക് മുമ്പ് ലേഡി ഹോം മരിച്ചപ്പോൾ പോയിസൺ സെക്ടിന് സംഭവിച്ച എന്നു നീയൊക്കെ കണ്ടതല്ലേ എന്ന് പറഞ്ഞോണ്ട് നമ്മൾ വെറുതെ പറഞ്ഞോ? നമ്മുടെ റെപ്യൂട്ടേഷനാണ് അവിടെ നിൽക്കുന്നത്. മണ്ടത്തരം കാണിച്ചിട്ടല്ല നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ കാത്തു വെക്കേണ്ടത്. റെപ്യൂട്ടേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ മ്യൂസീഷ്യൻ സെക്ടർ ഉണ്ടല്ലോ, അവരെന്തായാലും അവരുടെ ആക്ഷൻ കുറച്ച് മുമ്പേ തന്നെ എടുത്തെന്നും. ലേഡി ഹോയുടെ മരണത്തിന് ശേഷം പെട്രിയച്ച് 6 സെറ്റ്സുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഒരു എക്സ്ക്യൂസ് തപ്പി നടക്കുവാണ് നമ്മുടെ പവേഴ്സൊക്കെ എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ അക്കാഡമിയിലേക്ക് കയറി ഒരു സ്റ്റുഡൻറ്റിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും അത് ചെയ്യുമെന്ന് ഉറപ്പാണ്. ആ പറഞ്ഞത് മറ്റാരുമല്ലെന്ന് ഓബേക്ക് എന്ന് പറഞ്ഞ പോയിസൺ സെക്ടിൻ്റെ കറണ്ട് ചീഫാണ്. അത് മാത്രമല്ല ഡിമോണിക് വാരിയർ കൾട്ടിൻ്റെ ഒരു എക്സ് എൽഡർ കൂടിയായിരുന്നു. അപ്പോൾ ചീഫ് പറഞ്ഞു വരുന്നത് അവൻ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നാണോ? അതെന്തായാലും കുറച്ച് റാഷണൽ ആയ കാര്യമല്ലേ? പക്ഷേ അതിനു മുമ്പ് എനിക്കെന്തായാലും ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡിനെ ഒന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടുന്ന് ഇറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് ഇയോനെ അവൻ പൊക്കി പിടിച്ചിരിക്കുന്നതാണ്. സോ നീയാണല്ലേ അവൻ? കോപ്പ്, ഇന്ത്യൻ പവേഴ്സിൻ്റെ 10 സ്റ്റാർ യൂസ് ചെയ്തിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ പവർ എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചതിൽ സ്ട്രോങ്ങറാണ് ഇദ്ദേഹം. അത് മാത്രമല്ല അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം എനിക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും എൻ്റെ എനിമി തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ചുമ്മാ നിന്നാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇയോണട്ടെ അവൻ്റെ ഉള്ള ശക്തി എടുത്തുകൊണ്ട് അവൻ്റെ കൈയൊന്ന് അനക്കുന്നുണ്ട്. ഇത് കാണപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. ഇവൻ്റെ ഇന്നൽ പോയിസ് കൊണ്ട് എന്നെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ അവൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അവൻ്റെ ഷീറുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടാണ്. ഇവൻ എങ്ങനെയാണ് ഇത്ര നല്ല എക്സ്റ്റേണൽ പവേഴ്സ് കിട്ടിയത്? എന്തായാലും എൻ്റെ അപ്രോച്ച് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ നേരം വലിക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് ഈയോട്ട് അവൻ്റെ അടുത്തേക്ക് വരികയും അവൻ്റെ തൻ്റെ കൈ കൊണ്ട് അവൻ്റെ കഴുത്തിനെ കുത്തി പിടിക്കുന്നുണ്ട്. മാസ്റ്റർ, ഇമൻസ് ആൻഡ് പവർഫുൾ ഉള്ള ഒരു എനർജി ഒപ്പണിൻ്റെ കയ്യിലൂടെ തങ്ങളുടെ ശരീരത്തിലേക്ക് കയറുവാണ്. ആക്ടിവേറ്റിംഗ് എമർജൻസി ഡിഫൻസീവ് മോഡ്. ഞാനോ വെയിറ്റ് ചെയ്യും, നമുക്കിപ്പോൾ മണ്ടത്തരം കാണിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഇഞ്ചൂസിന് കാര്യമാകും. അത് മാത്രമല്ല ഇവൻ ഇവിടേക്ക് വരാൻ എന്തെങ്കിലും റീസൺ കാണും. തൽക്കാലം നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നിന്റെ ജഡ്ജ്മെന്റ് എന്തായാലും എനിക്ക് കൊള്ളാം. നീ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പം നോക്കുന്നില്ലല്ലോ. ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്, എൻ്റെ പേരക്കുട്ടീനെ ആരാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെന്ന് അറിയാനായിട്ട്. പേരക്കുട്ടിയോ? ഇവൻ ജെയിംസിനെ പറ്റിയാണോ പറയുന്നത്? അല്ല, അപ്പം അതിനർത്ഥം ഇതാണ് പോയിസൺ സെക്ടിൻ്റെ ചീഫ്. നിനക്ക് എന്തായാലും അറിയാം ഞാനിവിടേക്ക് എന്തിനാണ് നിന്നെ കാണാൻ വന്ന് ഇവൻ എന്നെ കൊല്ലാൻ പോകുവാണോ? കോപ്പ്, ഞാൻ എങ്ങനെ ഇവിടുന്ന് ജീവനോട് ഇറങ്ങും? അദ്ദേഹത്തിൻ്റെ പിടിയുടെ ഗ്രിപ്പ് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പെടൽ എന്നെ ഒടിയും. കോപ്പ്, ഞാനിവിടെ കിടന്ന് മരിക്കുമോ? എനിക്ക് എൻ്റെ റിവെഞ്ച് എടുക്കാൻ പറ്റത്തില്ലേ? ഇവനിപ്പോൾ മരണത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്നിട്ടും അവൻ്റെ ധൈര്യം കണ്ടില്ലേ? എനിക്ക് തോന്നണം നിന്നെ ഞാനൊരു പാഠം എന്തായാലും പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഇയോനട്ടെ തെറിച്ചു പോയി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലിലിടിച്ച് താഴത്തേക്ക് വീഴാൻ പോയപ്പോൾ അവൻ്റെ കൈ പൊക്കുന്ന അടുത്ത സെക്കൻഡ് വീണ്ടും ഇവൻ തെറിച്ചു വന്ന് അവൻ്റെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. ഇനി നിൻ്റെ മുഖത്ത് ആ ധൈര്യം എനിക്കൊന്ന് ഇവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ ഇപ്പോഴും അതേപോലെയാണല്ലോ നിൽക്കുന്നത്. ഇവൻ എൻ്റെ പേരക്കുട്ടിയോട് എന്തൊരു ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്രയും ആഴത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വെറുതെ ഇല്ല അവൻ്റെ ലോവർ അബ്ഡോമൻ ഇവൻ ഡിസ്ട്രോയ് ചെയ്തത്. ഇവനെങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അതെന്തായാലും ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം തന്നെയാണ്. നീ എന്നെ കൊന്നുകൊണ്ട് കൾട്ടിലെ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോകുവാണ്.
അത് കൊള്ളാം, നീ ഇപ്പൊ എന്നെ ത്രട്ടൺ ചെയ്യുന്നോ? ഞാൻ നിനക്കൊന്ന് ഇവിടെ നിന്നെ മെൽറ്റാക്കി കളഞ്ഞാൽ ഇവിടെ ഒരു എവിഡൻസ് പോലും കിട്ടത്തില്ല ഞാനാണത് ചെയ്തതെന്ന്. എനിക്കത് നന്നായിട്ട് തന്നെ അറിയാം താങ്കൾക്ക് എല്ലാ എവിഡൻസും എടുത്ത് കളയാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ അക്കാഡമിയിൽ നിന്ന് ഡിസപ്പിയർ എന്ന അടുത്ത സെക്കൻഡ് പോയിസൺ സെക്ട് ആയിരിക്കും ആദ്യത്തെ സസ്പെക്ട്സും. ഇവന്റെ മാർഷൽ ആർട്സ് ലെവൽസ് ഒന്നും അധികം ഉയരത്തിലൊന്നുമല്ല. മരണത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിട്ട് പോലും അവന്റെ കണ്ണിൽ എനിക്ക് പേടിയും കാണാൻ സാധിക്കുന്നില്ല. ഇവനിങ്ങനെ വളരുന്നത് അതത്ര നല്ലതുമല്ല. നീ അക്കാഡമിയിലല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ തന്നെ ഞാൻ കൊന്നെന്നാ. നീ ശരിക്കും സ്മാർട്ടൊക്കെ തന്നെയാണ്, പക്ഷേ നീ ആ പേരെക്കൂട്ടിനെ ഉപദ്രവിച്ച ആ സെക്കൻഡ് നിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. നീ പറഞ്ഞ ശരിയാണ്, എനിക്ക് ഇവിടെ വെച്ച് നിന്നെ കൊല്ലാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാക്ക് തരുവാണ്, നീ അക്കാഡമി വിടുന്ന അടുത്ത ദിവസം തന്നെ നിന്റെ മരണം നിന്നെ തേടി വരും. അത് എത്രത്തോളം ഭയാനകമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഞാൻ ഭയാനകമാക്കുന്നതായിരിക്കും. നിന്റെ ശരീരത്തിലുള്ള ഓരോ എല്ലും ഒടിയുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. നിന്റെ ലോവർ അബ്ഡമൈനും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് നീ നിന്റെ ലൈഫിന് വേണ്ടി ബേക്ക് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നിന്റെ ഈ ഭൂമിയിലെ അവസാനത്തെ നിമിഷവും. കോപു ഇദ്ദേഹത്തിന്റെ എനർജി പെട്ടെന്ന് അവന്റെ കൈ പൊക്കാൻ നിർത്ത് ഈയൊട്ടെ തന്നെ വാ തുറക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ വിസ്പർ ടെക്നിക്ക് പറയുകയും ചെയ്യും, ഒരു ഗിഫ്റ്റ് പോലും തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്നത് അതത്ര നല്ലതല്ലല്ലോ. വിസ്പർ ടെക്നിക്കോ? ഇതെന്തായാലും നിന്റെ വായിലിരുന്നോട്ടെ, ഇത് ഉറപ്പായിട്ടും നിനക്ക് ഉപകാരപ്പെടുമെന്നും പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, നീ പേടിക്കണ്ട, ഇതത്ര ലീത്തലുള്ള ഒരു പോയിസൺ ഒന്നുമല്ല. പക്ഷെ ഇവിടെ നടന്ന എന്തെങ്കിലും നീ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ജീവനെടുക്കാൻ ഞാൻ ഇവിടേക്ക് വരും. അത് അക്കാഡമി റൂൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണെങ്കിൽ കൂടി ഞാൻ ഉറപ്പായിട്ടും ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ബാക്കിലേക്ക് വീണ്ടും തലയും അവൻ തീർച്ചു പോയി അവിടെ വീഴുന്നുകൊണ്ട്. എന്തായാലും നിന്നെ ഇനി കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് അവനട്ടെ പുറത്തേക്ക് പോകുകയും ചെയ്യും. ഈ സമയത്ത് ഇവനട്ടെ അവിടെ വീണ് കിടപ്പുണ്ട്. ആ ടൈപ്പിൽ തന്നെ ആ ഒരു ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും. നമ്മൾക്ക് ആദ്യം ഒരു ഡീലുണ്ടായിരുന്നു, സ്വന്തം ചോരനെ പിച്ച് കീറാൻ നേരത്ത് താങ്കൾക്കും എന്നെ പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? പക്ഷേ ആ സമയത്ത് ഹോമെന്ന് പറയും ചെയ്യും, എനിക്കറിയാം, എന്നോട് ക്ഷമിക്കുക, എനിക്ക് ആ സമയത്ത് എൻ്റെ ആങ്കർ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല. കുഴപ്പമൊന്നുമില്ല, അവനെന്തായാലും വലിയ ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചാൽ നന്ദിയുണ്ട്. നീ എന്തായാലും ഇനി എന്നെ ടൈറ്റായുള്ള പൊസിഷനിലേക്ക് എത്തിക്കായിരുന്നാൽ മാത്രം മതി. പിന്നെ അക്കാഡമിയിൽ വെച്ച് നീ അവനൊന്നും ചെയ്യത്തില്ലെന്നുള്ള വാക്കുകൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ എഗ്രി ചെയ്തത് തന്നെ. തീർച്ചയായും ഈ രഹസ്യം നമ്മുടെ ഉള്ളിൽ മാത്രമേ കിടക്കത്തുള്ളതുകൊണ്ട് അവനട്ടെ അവിടുന്ന് പോവുകയും ചെയ്യും. 4 വർഷം മാത്രമേ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നീ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയോൺ ബാക്കിയെല്ലാം നിന്റെ കയ്യിൽ തന്നെയാണ്. മാസ്റ്റർ, ഒരു ഫോറിൻ ഒബ്ജക്റ്റ് താങ്കളുടെ വയലിലേക്ക് കടന്നിരിക്കുന്നു, എത്ര പെട്ടെന്ന് തന്നെ പുറത്താക്കാൻ നോക്ക്. പക്ഷേ എന്റെ അനാലിസിസ് വെച്ച് നോക്കിയിട്ട് ഇത് ലീത്തലുള്ള പോയിസണായിട്ട് തോന്നിട്ടില്ല. താങ്കളുടെ എനർജി സ്കാറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പോയിസണസ് പ്രോപ്പർട്ടീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിമോണിക് ഡ്രാഗൺ മാർബിൾ പോലെ തന്നെയാണ്. താങ്കളുടെ ലോവർ അബ്ഡോമിനെ ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അവനെന്റെ ഇന്റേണൽ പവേഴ്സ് വീക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എക്സാമിനേഷൻ തോക്കും, ഞാൻ പുറത്തിറങ്ങും, അവൻ എന്നെ കൊല്ലാൻ പറ്റും. പക്ഷേ എന്നോട് ക്ഷമിക്കണം, താങ്കൾക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കൂടെ നാനോ ഉണ്ട്. നാനോ പോയിസൺ എത്രയും പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്തോളൂ. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ നാനോ അവൻ്റെ പണി തുടങ്ങി. പക്ഷേ നല്ല മണമായിരുന്നു, ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു മണം തന്നെയാണ്. എങ്ങനെ പോലും ഈ ഒരു മണം. മാസ്റ്റർ പോയിസൺ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിമൈനിങ് ഉള്ള പ്രോപ്പർട്ടീസ് ഇപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളുടെ ലോവർ അബ്ഡോമിനിന് അത് നല്ലത് തന്നെയാണ്. അല്ല, നീ നേരത്തെ പറഞ്ഞത് ഇത് ഡിമോണിക് മാർബിൾ പോലെ തന്നെയാണെന്നല്ലേ? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് സർക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് മേ ബി എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്നുണ്ട്. അവനോട് മെഡിക്കേറ്റ് ചെയ്യാനായിട്ടിരുന്നു. ആ സമയത്ത് തന്നെ മെറ്റബോളിസം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം സമയങ്ങൾ കടന്നുപോയി. ഇയാനോടെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ആ ഒരു ഇരിപ്പ് തന്നെ അവൻ കുറേ നേരം ഇരുന്നു. പിന്നെ കണ്ണു തുറന്നപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. കാര്യം ഇപ്പോൾ അവൻ്റെ ഇന്റേണൽ പവേഴ്സ് 90 വർഷത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ആ കിളവൻ തന്ന പണി എന്തായാലും എനിക്ക് ഇത്ര വലിയ ഉപകാരമൊന്നും ഞാൻ ഒരിക്കലും ഓർത്തില്ല. അതേപോലെ തന്നെ പോയിസൺ സെക്ട് ഇത്തരം ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ് ചെയ്യുമെന്ന് ഓർത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ് കാരണമാണ് ഇതിനെല്ലാം ഞാൻ പോയി പെട്ടത്. ഇപ്പോൾ എന്തായാലും ഞാൻ ലക്കിയെ, പക്ഷേ ഇനിയും ഫ്യൂച്ചറിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാദ്യം നേരത്ത് മാറണം, ഇനി എനിക്ക് എന്തായാലും ഇതിടാൻ പറ്റുമെന്ന് തോന്നില്ല. പെട്ടെന്നാണ് ഒരു കാറ്റടിച്ചത്. അല്ല, അത് കാറ്റല്ലേ? അതും ബാക്കിൽ നിന്നോ? ഇതാ നേരത്തെ ക്രാക്സ് അല്ലേ? ശരിയാണ്, നേരത്തെ ഞാൻ ഇവിടെ വന്ന് വീണപ്പോൾ ആ ഒരു സൗണ്ട് പെട്ടെന്ന് അവനായിട്ട് അത് കൊട്ടി നോക്കേ, അതാട്ടെ പൊടിഞ്ഞ് പോവുകയും ചെയ്യും. അല്ല, ഇതേപോലെ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്കകത്ത് കയറാൻ പറ്റുന്നു പറഞ്ഞിട്ട് അവനാട്ടെ അത് നിരങ്ങി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അതാട്ടെ ഒരു നടപ്പാതയായിരുന്നു. ഇത്രയും വലിയൊരു പാസേജ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനോ നൈറ്റ് വിഷൻ ആക്ടിവേറ്റ് ചെയ്തോളൂ. ആക്ടിവേറ്റിംഗ് നൈറ്റ് വിഷൻ. ഇതാരെങ്കിലും മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തതായിരിക്കുമോ? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഡാർക്കുമാണ്. മാസ്റ്റർ, ടണലിലറ്റത് ചെറുതായിട്ട് ലൈറ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റോ?
അതിന് എന്തെങ്കിലും ജമ്മായിരിക്കുന്നുണ്ട്. ആകട്ടെ പതുക്കെ ആ വെളിച്ചം വന്ന സ്ഥലത്തേക്ക് നടന്ന് ചെന്നു. ഇത് ശരിക്കും ബ്രൈറ്റർ ആകുമല്ലോ. ഞാനോ നൈറ്റ് വിഷൻ ഓഫ് ചെയ്തോളൂ. ഡീആക്ടിവേറ്റിംഗ് നൈറ്റ് വിഷൻ. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ഹാളാണ്. അല്ല ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ നേരെ താഴത്തേക്ക് ഇറങ്ങി. ഡിറ്റൻഷൻ സെൻ്ററിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ഹിഡനുള്ള പ്ലേസുള്ള കാര്യം എനിക്കറിയാൻ മേലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് അവസാനം എന്നാണ്. ഇതാരോ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്ത പോലെ ഉണ്ടല്ലോ. അല്ല ഈ കാണുന്നത് ഇതെന്താണ് ഈ മാർക്സ്? അല്ല ഇവിടെ മറ്റൊന്നുണ്ടല്ലോ. ഇതെന്തോ ഗ്രേവ് സ്റ്റോൺ വലിച്ച്. അല്ല ഇനി എങ്ങനെ ഞാനോ അജുവിൻ്റെ റിയാലിറ്റി മോഡ് ഓണാക്കും. അത് മാത്രമല്ല ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള സാഫർ സ്റ്റോണിലെ അതൊന്ന് ക്രിയേറ്റ് ചെയ്തേ. ആക്ടിവേറ്റിംഗ് അജുവിൻ്റെ റിയാലിറ്റി മോഡ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനോ ഈ കാണുന്ന മാർക്സ് ഉണ്ടോ ഇതിനകത്ത് എല്ലാത്തിലും വെച്ച് ഈ സ്റ്റോൺ എവിടെയാണ് വരുന്നതെന്ന് നോക്കിയേ. അടുത്ത സെക്കൻഡ് തന്നെ അത് എല്ലായിടത്തും വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആയുള്ള ഒരു സ്ഥലം അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. ഞാനോ ഇനി സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റോൺ അങ്ങനെ അതും കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ സാഫിയർ സ്റ്റോണൊക്കെ ഇവിടെ നിന്നാണ് അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ എന്തിനാണ് അത് സെപ്പറേറ്റ് ഫ്ലോറിലേക്ക് മാറ്റിയത്? അല്ല ഈ സ്റ്റോൺ എന്താണെന്ന് പറഞ്ഞിട്ട് ആ നേരം നടന്ന് ചെന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അല്ല എന്താണ് ദി ഡിമോണിക് ലോഡ്സ് സോഡാട്ടോ. ഡിമോണിക് വാറിൽ കളിലെ എല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോമുണ്ട്. ആ ഫോം നമ്മുടെ പെട്രേജാണ് യൂസ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്നത് ഡിമോണിക് ലോഡ്സ് ഡിവൈൻ ടെക്നിക്ക് എന്നാണ്. ഈ കട്ടിലുള്ള എല്ലാവർക്കും ഈ ടെക്നിക്കിന്റെ മഹത്വത്തിനെ പറ്റി അറിയാം. അത് മാത്രമല്ല ഈ എൻറ്റയർ ലാൻഡിൽ തന്നെ 3 ഡിവൈനുള്ള ടെക്നിക്ക് ഒന്നാണത്. പക്ഷേ ഈ ഡിമോണിക് ലോഡ്സ് സോഡാട്ട് ഇതെന്ത് ടെക്നിക്കാണ്? ഇതെന്തെങ്കിലും ഇന്ത്യയിൽ സ്ട്രെങ്തിന് വേണ്ടിയാണോ അതെന്തെങ്കിലും റിയൽ ആയുള്ള ഒരു സോർട്ട് ടെക്നിക്കാണോ? ഇനി എങ്ങനെ ആ സാഫയർ സ്റ്റോണിലുണ്ടായിരുന്ന അതിൻ്റെ ഒരു അൾട്ടിമേറ്റിക്കുള്ള നെയിം വല്ലതായിരിക്കും ഇത്? ഞാനോ ഗ്രേവ് സ്റ്റോണിലുള്ളതും ഈ പില്ലറുള്ള റൈറ്റിങ്സ് ഒക്കെ നീ ഒന്ന് കമ്പയർ ചെയ്തേ. ആക്ടിവേറ്റിംഗ് മാസ്റ്റർ എന്നെ അനാലിസിസ് വെച്ച് നോക്കിയിട്ട് ഇത് രണ്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോഴാണ് അവൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർത്തത്. അതായത് നമ്മുടെ ഫസ്റ്റ് ലൈബിൽ വെച്ച് അവിടെ നിന്ന് ഗാഡ് പറയുകയും ചെയ്യുമായിരുന്നു. അതായത് ഡിമോണിക് ലോഡിന്റെ ഒരു സോർട്ട് ടെക്നിക്ക് ലെഫ്റ്റ് ചെയ്ത ഒരു വിസ്റ്റമാണ് ഈ കാണുന്നതെന്ന്. അങ്ങനെ അവൻ ആ കാര്യം മനസ്സിലായി. അവനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിമോണിക് ലോഡ് വിളിച്ചുകൊണ്ടിരുന്ന ദി ഡിമോണിക് ലോഡ് സോർട്ട് ആർട്ടിന്റെ ഒരു പീസ് ഓഫ് വിസ്റ്റമാണ്. അത് മാത്രമല്ല ഈ ഹോൾസ് ഇത് കണ്ടിട്ട് റൈസിംഗ് ഡ്രാഗനെ പോലെ ഉണ്ടല്ലോ. അല്ല അതെന്താണ് അങ്ങനെ? ഇനി എന്തെങ്കിലും മെസ്സേജ് ആണ് ഇവിടെ ഉള്ളത്? അത് മാത്രമല്ല ഇതിൻ്റെ നമ്പേഴ്സ് 1 2 3 24 ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് 24 ഫോംസ് ഉണ്ടെന്നാണോ? ആ ഒരു പോസിബിലിറ്റി മാത്രമേ എനിക്കിവിടെ മേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അതുമില്ല ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുമില്ല ഈ ഹോൾസൊക്കെ എന്തിനാണ്? ഒരു റൈസിംഗ് ഡ്രാഗനെ പറ്റി. അല്ല റൈസിംഗ് ഡ്രാഗൻ. പെട്ടെന്നാണ് അവൻ നേരെ മുകളിലേക്ക് നോക്കിയത്. പക്ഷേ മുകളിൽ നിന്നുള്ള വെളിച്ചം അവൻ്റെ കണ്ണിനെ പെട്ടെന്ന് ഇതാക്കി കളഞ്ഞു. എൻ്റെ കണ്ണ് സത്യത്തിനെ മറക്കാൻ ഇരുട്ടിനെ പോലെ വെളിച്ചത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്തായാലും കൊള്ളാം. ഞാനോ നിനക്ക് എൻ്റെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അഡ്ജസ്റ്റിംഗ് ലൈറ്റ് വിഷൻ. അടുത്ത സെക്കൻഡ് തന്നെ അവന് മേലുള്ള എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനോ അന്ന് സൂം ചെയ്തേ. സൂമിങ് ചെയ്യുന്ന നേരത്താണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റ് സ്റ്റോൺസിലും എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാനോ അതെല്ലാം സ്കാൻ ചെയ്തോളൂ. സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. മാസ്റ്റർ ഈ കാണുന്ന ഒരു റീക്രിയേഷൻ ആണ്. ഇത് വെച്ച് താങ്കൾക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈറ്റ് സ്റ്റോണുള്ള എല്ലാം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മാർഷൽ ആർട്ട് ടെക്നിക്സ് ആയിരിക്കുമല്ലേ? അത് മാത്രമല്ല മാസ്റ്റർ 24 ലൈറ്റിംഗ് സ്റ്റോൺസിനുള്ളത് ബ്രീത്തിങ് ഉള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞിട്ട് ആ ഒരു റൈസിംഗ് ഡ്രാഗന്റെ അതേ ഷേപ്പിലുള്ള ആ ഒരു സ്റ്റോൺസ് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.